ഹായ് ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ഈ കാണുന്ന റൂമിനെ ഇങ്ങനെ ഒന്ന് മേക്ക് ഓവർ ചെയ്താലോ? അങ്ങനെ പിൻട്രസ്റ്റിലൊക്കെ അരിച്ചു പെറുക്കിയിട്ട് നമ്മൾ ഈ കാണുന്ന റെഫറൻസസ് ഒക്കെ വെച്ചിട്ടാണ് ഇതൊന്ന് മേക്ക് ഓവർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ വിസ്റ്റീരിയ ഫ്ലവേഴ്സ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ക്രേപ്പ് പേപ്പേഴ്സും ഒരു ചൈന പേപ്പറും ആണ്. ഫ്ലവർ മേക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ക്രേപ്പ് പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും, നമ്മളിങ്ങനെ വലിക്കും തോറും അതിൻ്റെ ലെങ്ത് ഇങ്ങനെ കൂടി വരുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് കുറച്ചധികം പേപ്പേഴ്സ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഞാനിത് ആദ്യം തന്നെ ജെൻ്റ്ലി ഇതിനെ ഒന്ന് വലിച്ചു കൊടുത്ത് ഇതിൻ്റെ ലെങ്ത്തൊക്കെ ഒന്ന് കൂട്ടിയിട്ട് 6 ആഗ് രൂപത്തിലൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. ദെൻ ഇതിനെ ഓരോന്നോരോന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ഇവിടെ ഈ ഒരു ക്രേപ്പ് പേപ്പറിൻ്റെ 7 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ചൈന പേപ്പറിനാണെങ്കിൽ 4 രൂപയും, അത് ഒരെണ്ണം മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ ടോട്ടൽ 18 രൂപ. പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ജെല്ലി ഫിഷിൻ്റെ വീഡിയോയിൽ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു കോസി കോർണറിൻ്റെ മേക്ക് ഓവർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റൂമിൻ്റെ കളറ് പിങ്ക് കളറാണ്. അപ്പോൾ ഇതിനായിട്ടൊന്ന് മാച്ച് ചെയ്ത് പോവോ, ആ ഒരു എസ്തെറ്റിക് ലുക്ക് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ വിസ്റ്റീരിയ ട്രീ ഉണ്ടാക്കണം എന്ന് തന്നെയായിരുന്നു. പക്ഷേ ട്രീ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ ബ്രൗൺ കളറിലെ പേപ്പർ ഒരുപാട് വേണമായിരുന്നു. അതെൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ചെറുതായിട്ട് ആ പ്ലാൻ ഒന്ന് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യെടുക്കുക എന്നുള്ളൊരു ഒറ്റ കോൺഫിഡൻസിൽ തുടങ്ങിയതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഈശ്വര, ഇത് ഇത്രയും നാൾ എനിക്ക് എന്താ ഈ ഒരു ഐഡിയ തോന്നാത്തേന്നായിപ്പോയി. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ഒരു 6 വിസ്റ്റീരിയ ഫ്ലവേഴ്സ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ വിസ്റ്റീരിയ ഫ്ലവേഴ്സിൻ്റെ അറ്റത്തും ഇതേപോലെ ആ കമ്പി വെച്ചിട്ട് തന്നെ ഒരു നോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ മേക്ക് ഓവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ റൂമിൻ്റെ ഈ ഒരു പോർഷനിലാണ്. ഓൾറെഡി ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഈ റൂം മൊത്തത്തിലൊരു ഡാർക്കൻ എഫക്റ്റ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം കർട്ടൻസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ 2 കർട്ടൻസ് മാറ്റിയപ്പോൾ തന്നെ ഈ റൂമിൻ്റെ ഒരു ഓഞ്ഞ ലുക്ക് അങ്ങോട്ട് മാറിക്കിട്ടി. ഇനി നമുക്ക് ഇതേപോലത്തെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കണം. ദെൻ നമ്മുടെ വിസ്റ്റീരിയ ഫ്ലവേഴ്സും കൂടി അതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ദെൻ ഇതിലേക്ക് കുറച്ച് ഇലുമിനേഷൻ ബൾബും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെ കിട്ടി. നിങ്ങൾക്ക് ഇതിൽ ഏത് ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.